ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ഈസി മാത്സ്. എല്ലാവർക്കും ഈസി മാത്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഹൃദ്യമായ സ്വാഗതം. പ്രിയപ്പെട്ട മക്കളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഒട്ടുമിക്ക കുട്ടികളും എനിക്ക് ഇൻസ്റ്റാഗ്രാം വഴി അല്ലാതെ അയച്ചു തന്ന ഒരു മെസ്സേജ് ആണ്. സയൻസ് ആണോ, കൊമേഴ്സ് ആണോ, ഹ്യൂമാനിറ്റീസ് ആണോ ഏറ്റവും ബെസ്റ്റ് എന്നുള്ളൊരു ചോദ്യം പല ആളുകൾക്ക് ഡൗട്ട് ഉണ്ട്. സോ വീഡിയോയിൽ പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ എല്ലാ ഫ്രണ്ട്സിനും ഈ ചാനൽ ഒന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. ആദ്യം തന്നെ നിങ്ങളോട് പറയാനുള്ളത്, പല ആളുകളും വെറീഡാണ്, നിങ്ങളുടെ മാർക്കിനനുസരിച്ച് വെറീഡാണ്. ചില ആൾക്ക് ഫുൾ എ പ്ലസ് കിട്ടുമോ കിട്ടില്ല എന്നുള്ള സംശയമാണ്. ചില ആൾക്ക് എ പ്ലസുകളൊക്കെ കിട്ടും, പക്ഷേ സയൻസ് എടുക്കാൻ പേടിയാണ്. സയൻസ് അത്രയും ബുദ്ധിമുട്ടുള്ള ടോപ്പിക് ആണോ, സയൻസ് കൊമേഴ്സ് ഇതേപോലെയാണോ, എങ്ങനെയൊക്കെയാണെന്നുള്ള സംശയം നിങ്ങൾക്കുണ്ട്. അപ്പോൾ ആദ്യം തന്നെ പറയട്ടെ, സയൻസ് ആവട്ടെ, കൊമേഴ്സ് ആവട്ടെ, ഹ്യൂമാനിറ്റീസ് ആവട്ടെ, എല്ലാം നല്ല രീതിയിൽ തന്നെ പഠിക്കാനുള്ളൊരു സ്ട്രീം തന്നെയാണ്. 10ാം ക്ലാസ് പോലെയല്ല, കുറച്ചുകൂടി അധികം പഠിക്കാനുണ്ട്. പല ആളുകളും ഉഴപ്പുന്നൊരു കാലം എന്ന് പറയുന്നത്, നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികൾ പഠിക്കാൻ അത്ര താല്പര്യമില്ലാത്ത ആളുകളാണ് എങ്കിൽ അവർ പൊതുവെ ആ കൂട്ടത്തിലേക്ക് ചേർന്നുകൊണ്ട് നമ്മളും അറിയാതെ ഉഴപ്പി പോകാനുള്ള സാധ്യതയുണ്ട്. സോ അത്തരം ഒരു സാധ്യത ആദ്യമേ മനസ്സിലാക്കിക്കൊണ്ട് ഏറ്റവും മികച്ച സ്കൂൾ സെലക്ട് ചെയ്യാൻ നിങ്ങൾ ശ്രമിക്കുക. കാരണം ഏറ്റവും മികച്ച സ്കൂളിൽ മാത്രമേ ഏറ്റവും മികച്ച റിസൾട്ടുകൾ ക്രിയേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. സയൻസിലേക്ക് വരുന്ന സമയത്ത് ഞാൻ ഒറ്റ കാര്യം പറയാണ്, നിങ്ങൾക്ക് ഏത് സബ്ജക്റ്റാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് നോക്കുക. മാർക്ക് ഏതിനാണ് ഏറ്റവും കൂടുതൽ എന്ന് ഒരിക്കലും നോക്കരുത്. ഇപ്പൊ നിങ്ങൾക്ക് 10ാം ക്ലാസ് കഴിഞ്ഞ് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ്, ബയോളജി ഈ 4 സബ്ജക്റ്റിലും നല്ല മാർക്ക് ഉണ്ട്. പക്ഷേ ഇതിൽ പല സബ്ജക്റ്റും എനിക്ക് പഠിക്കാൻ ഇഷ്ടമല്ലാതെ പഠിച്ചതാണ് എങ്കിൽ നിങ്ങൾ സയൻസ് എടുക്കേണ്ടതില്ല. എന്നാൽ ഇതേ സബ്ജക്റ്റിൽ നിങ്ങൾക്ക് മാർക്ക് കുറവാണ്, പക്ഷേ ഞാൻ ഇഷ്ടത്തോടു കൂടിയാണ് പഠിക്കുന്നത്, എനിക്കത് പഠിക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ട് എങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് സയൻസ് സ്ട്രീം എടുക്കാം. ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണെങ്കിൽ മാത്രം സയൻസ് സ്ട്രീം എടുക്കുക. സ്പെഷ്യലായിട്ട് പറയാണ്, കാരണം പല കുട്ടികളും പറയാറുണ്ട്, സാർ സയൻസ് എടുത്ത് കുടുങ്ങിയിട്ടുണ്ട് എന്ന് പല ആളുകളും പറയാറുണ്ട്. അത് കുടുങ്ങാനുള്ള ഒന്നാമത്തെ റീസൺ, നമ്മൾ പഠിക്കാൻ ആദ്യം മുതലേ പഠിക്കില്ല. കുറച്ച് ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ മാക്സിമം എൻജോയ് ചെയ്യും, സ്കൂളുകളൊക്കെ എൻജോയ് ചെയ്യും. കാരണം എന്താ വെച്ചാൽ 10ാം ക്ലാസ്സിൽ നമ്മൾ നന്നായിട്ട് പഠിച്ചു, അതുകൊണ്ട് +1 ഞാൻ ആദ്യത്തിലൊക്കെ കുറച്ച് സമയം കളയട്ടെ എന്ന് വിചാരിക്കുന്ന ആളുകൾ ഒരുപാട് ആളുകളുണ്ട്. അങ്ങനെ സമയം നഷ്ടപ്പെടുത്തിക്കൊണ്ട് പഠിക്കാതെ പോകുന്ന കുട്ടികൾ ഉറപ്പായിട്ടും സയൻസ് ടഫായിട്ട് ഫീൽ ചെയ്യും. എന്നാൽ ക്ലാസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്ത ഉടനെ തന്നെ നിങ്ങളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ ഒരു എക്സ്റ്റേണൽ സപ്പോർട്ടായിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളോ ഇനി അല്ലെങ്കിൽ മറ്റേതെങ്കിലും നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുള്ള യൂട്യൂബ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ആപ്പിലെ ക്ലാസ്സുകളൊക്കെ നിങ്ങൾക്ക് ചൂസ് ചെയ്യുകയാണെങ്കിൽ, നിങ്ങൾക്ക് എല്ലാ ദിവസവും നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ സയൻസ് തന്നെയാണ്. എന്നാൽ ഇത് ഇഷ്ടമല്ലാത്ത ആളുകളുണ്ട്, അവർക്കും കൊമേഴ്സും നല്ല ഫീൽഡ് തന്നെയാണ്. ഹ്യൂമാനിറ്റീസ് ആവട്ടെ, ഇനി കൊമേഴ്സ് ഏത് കുട്ടികൾ എടുക്കണം, ഹ്യൂമാനിറ്റീസ് ഏത് കുട്ടികൾ എടുക്കണം, സയൻസ് ഏത് കുട്ടികളും കൂടി പറഞ്ഞുതരാം. ഇപ്പോൾ നിങ്ങൾക്ക് അത്യാവശ്യം വായിക്കാൻ ഇഷ്ടമാണ്, നിങ്ങൾ നോവലുകൾ വായിക്കാറുണ്ട്, അല്ലെങ്കിൽ ഒരുപാട് നോളേജ് ഇങ്ങനെ അക്വയർ ചെയ്യാൻ ഭയങ്കര താല്പര്യമുള്ള ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ഹ്യൂമാനിറ്റീസ് ആണ്. കാരണം അതിൽ സോഷ്യൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട കുറേ ചരിത്രങ്ങൾ, അങ്ങനെ കുറേ കാര്യങ്ങളാണ്, നമുക്ക് ചരിത്രമായിട്ട് ബന്ധപ്പെട്ട കുറേ കാര്യങ്ങളാണ് പഠിക്കാനുള്ളത്. അതിൽ തന്നെ വരുന്നതാണ് എക്കണോമിക്സ് കാര്യങ്ങളൊക്കെ. എന്നാൽ അത് ഇൻട്രസ്റ്റിംഗ് ആണ്, അത് വായിക്കാനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സോഷ്യൽ ആക്ടിവിറ്റികളൊക്കെ താല്പര്യമുള്ള ആളുകൾക്ക് ഏറ്റവും ബെസ്റ്റ് ഹ്യൂമാനിറ്റീസ് ആണ്. ഇനി അത്യാവശ്യം നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്യാൻ തയ്യാറാണ്, എനിക്കൊരു മെഡിക്കൽ മേഖലകളിലേക്കാണ് പോവേണ്ടത് എന്ന് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് സയൻസ് ആണ് ഏറ്റവും ബെസ്റ്റ്. പിന്നെ സയൻസിന് ഒരു പ്രത്യേകത കൂടിയുണ്ട്, എന്താണ് എടുക്കേണ്ടത് എന്ന് അറിയാതെ അത്യാവശ്യം നല്ല മാർക്കോട് കൂടി നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ അവർക്ക് സയൻസ് എടുക്കുന്നതിലൂടെ നേടാൻ പറ്റുന്ന ഒരു ഉപകാരം എന്താണെന്ന് വെച്ചാൽ, ഈ സയൻസ് എടുത്തു കഴിഞ്ഞാൽ ഏത് സ്ട്രീമിലേക്കും പോകാൻ പറ്റും എന്നുള്ളതാണ്. ഇപ്പോൾ സയൻസ് +2 സയൻസ് കഴിഞ്ഞ കുട്ടി കൊമേഴ്സിലേക്ക് വരാം, ഹ്യൂമാനിറ്റീസിൽ എടുക്കാം, അങ്ങനെ ഏതും എടുക്കാം. എന്നാൽ കൊമേഴ്സ് പഠിച്ചൊരു കുട്ടിക്ക് സയൻസിലേക്ക് വരാൻ പറ്റില്ല, ഹ്യൂമാനിറ്റീസ് പഠിച്ചൊരു കുട്ടിക്ക് കൊമേഴ്സിലേക്കും സയൻസിലേക്കും വരാൻ പറ്റില്ല. എന്നാൽ സയൻസ് പഠിച്ചൊരു കുട്ടിക്ക് ഏത് സ്ട്രീമിലേക്ക് വരാമെന്നുള്ളത് ഒരു ബെനിഫിറ്റ് ആണ്. പല ആളുകളും ഇത് വിചാരിച്ചുകൊണ്ടാണ് സയൻസിലേക്ക് എടുക്കാറുള്ളത്. അങ്ങനെ എടുത്തു വന്ന് പഠിക്കാതെ ലാസ്റ്റിലേക്ക് തട്ടിക്കൂട്ടി കുറച്ച് ക്ലാസ്സുകളൊക്കെ കണ്ടുകൊണ്ട് മാർക്ക് വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകളാണ് കൂടുതൽ ആളുകളും. പക്ഷെ അവർക്കൊക്കെ ഈ സയൻസ് സ്ട്രീം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ അങ്ങനെ ആഗ്രഹിക്കുന്ന ഏത് സ്ട്രീമിലേക്ക് പോകാൻ പറ്റും എന്ന ആഗ്രഹത്തോടു കൂടി വരികയും ആദ്യം മുതലേ പഠിക്കുകയും ചെയ്യുന്ന കുട്ടിക്ക് സയൻസ് ബെസ്റ്റ് തന്നെയാണ്. അപ്പോൾ കൊമേഴ്സ് ആരെടുക്കണം എന്ന് ചോദിച്ചാൽ, കൊമേഴ്സ് എടുക്കേണ്ട വിദ്യാർത്ഥികൾ, നിങ്ങൾക്ക് മാത്തമാറ്റിക്സ് ഇഷ്ടമാണ്, എന്നാൽ നമ്മൾ ഇപ്പോൾ പഠിച്ച രീതിയിലുള്ള മാത്സ് അല്ല, കാൽക്കുലേഷൻ കാര്യങ്ങൾ അങ്ങനത്തെ കുറേ മാത്തമാറ്റിക്കൽ കാര്യങ്ങളൊക്കെ ഇഷ്ടമാണ്. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഇതുവരെ പഠിച്ച സബ്ജക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ടോപ്പിക്കുകൾ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ, ഇപ്പോൾ 10ാം ക്ലാസ്സിലുള്ള സബ്ജക്റ്റുകളൊന്നും എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല, പക്ഷെ ഞാൻ പഠിച്ചിട്ടുണ്ട്, അങ്ങനത്തെ ആളുകൾക്കും ഏറ്റവും ബെസ്റ്റ് കൊമേഴ്സ് ആണ്. കാരണം അവിടെ പഠിക്കാൻ പോകുന്നത് എല്ലാം പുതിയ ടോപ്പിക്കുകളാണ്, അക്കൗണ്ടൻസി, ബിസിനസ്, അങ്ങനെ കുറേ പുതിയ പുതിയ സബ്ജക്റ്റുകളാണ് പഠിക്കാനുള്ളത്. അത് A മുതൽ Z വരെ ടീച്ചേഴ്സ് നിങ്ങളെ വൃത്തിയിൽ പഠിപ്പിക്കുകയും ചെയ്യും. എന്നാൽ കൊമേഴ്സിനും ഭയങ്കര എന്താ പറയുക, ഒരു മത്സര ഇപ്പോൾ നന്നായിട്ടുണ്ട്. CA, CMA, ACCA ആക്കിയാൻ വേണ്ടി ഒരുപാട് ആളുകൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ കോമ്പറ്റീഷൻ കൂടി. പണ്ട് സയൻസ് വിഷയങ്ങളായിരുന്നു നമ്മൾ നീറ്റ് ജെ പോലത്തെ എൻട്രൻസ് എക്സാമുകൾക്ക് വേണ്ടിയിട്ട് കോമ്പറ്റീഷൻ കൂടുതലുള്ളത്. എന്നാൽ ഇപ്പോൾ അത് കൊമേഴ്സ് മേഖലയിൽ കൂടി വ്യാപിച്ചുകൊണ്ട് കൊമേഴ്സിലും നല്ല മാർക്ക് സ്കോർ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ നിങ്ങൾ ഹ്യൂമാനിറ്റീസ് എടുക്കട്ടെ, ഏത് സബ്ജക്ട് എടുക്കുകയാണെങ്കിലും ഒരു 90% പ്ലസ് മാർക്ക് എടുത്താൽ മാത്രമേ +1 +2 നിങ്ങൾ
കാര്യമുള്ളൂ. കാരണം ഭാവിയിലേക്കുള്ള കോഴ്സ് ഡിഗ്രി ആവട്ടെ, ഇനി അല്ലെങ്കിൽ എൻട്രൻസ് ഒക്കെ എക്സാം എഴുതി പോകേണ്ട ആളുകളാണെങ്കിലൊക്കെ തന്നെ ഏകദേശം ഇത്രയും പെർസെൻറ്റേജ് മാർക്ക് വാങ്ങാൻ നിങ്ങൾ എല്ലാവരും ശ്രമിക്കണം. അത് നിങ്ങൾക്ക് പരീക്ഷയുടെ തലേന്ന് പോയി പഠിച്ചിട്ട് കാര്യമല്ല. അപ്പോൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ മാത്രം നിങ്ങൾ +1 +2ലേക്ക് പോവുക. അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ നിർത്തിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, എന്തെങ്കിലും ജോലിക്ക് പോവുക. ഓക്കെ, ഇത് തമാശ രീതിയിൽ പറഞ്ഞാണ്. എല്ലാവരും പഠിക്കാൻ തയ്യാറാവുക. കാരണം +1 +2 നന്നായിട്ട് പഠിക്കണം. എന്നാൽ മാത്രമേ നമുക്ക് ലൈഫിൽ നമ്മൾ ഭാവിയിൽ എത്തിച്ചേരാൻ പോകുന്ന ജോലികളിലേക്ക് നല്ല സ്മൂത്തായിട്ട് എത്താൻ പറ്റുള്ളൂ. അപ്പം ഏകദേശം ഒരു ഐഡിയ കിട്ടിയെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള സബ്ജക്റ്റാണ് സയൻസ് വിഷയങ്ങൾ. നിങ്ങൾക്ക് ധൈര്യമായിട്ട് സയൻസ് എടുക്കാം. മാർക്ക് നിങ്ങൾ നോക്കേണ്ട. നിങ്ങൾക്ക് കൊമേഴ്സ് പുതിയ മേഖലകൾ പഠിക്കണമെന്നുണ്ടെങ്കിൽ കൊമേഴ്സ് എടുക്കാം. ഇനി വായിക്കാനും അതുപോലെ തന്നെ അങ്ങനത്തെ കുറേ കാര്യങ്ങളാണ്, റിസർച്ച് കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ, അല്ലെങ്കിൽ അവലോകനങ്ങൾ, പിന്നെ സോഷ്യൽ വർക്കുകളൊക്കെ ഇഷ്ടമുള്ള ആളുകളാണെങ്കിൽ ഹ്യൂമാനിറ്റീസ് എടുക്കാം. അപ്പം ഈ സോഷ്യൽ വർക്കൊക്കെ എല്ലാ സബ്ജക്റ്റ് ആളുകൾക്കും എടുക്കാം കേട്ടോ. പക്ഷെ എന്നാലും ഞാൻ പറയാണ്, ഇപ്പോൾ വായിക്കാനൊക്കെ കൂടുതൽ താല്പര്യമുള്ള ആൾക്ക് ഹ്യൂമാനിറ്റീസ് ആണ് ബെസ്റ്റ്. അപ്പോൾ വേറൊന്നും പറയാനില്ല. ഇനി കൂടുതൽ ഇതുപോലെ വേറെ എന്തെങ്കിലും ഉപകാരപ്രദമായ വീഡിയോകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കമന്റ് അനുസരിച്ചാണ് നമ്മൾ വീഡിയോസുകൾ പോകുന്നത്. ഇത് നിങ്ങളുടെ എല്ലാ 10ാം ക്ലാസ് കഴിഞ്ഞ ഫ്രണ്ട്സിനും അയച്ചു കൊടുക്കുക. ഓൾ ദി ബെസ്റ്റ്.